ഇത് ഏത് ചാപ്റ്ററാ ഇപ്പൊ എടുക്കുന്നത്? ആതിര മിസ് ആണെങ്കിൽ ഇപ്പം 8th ചാപ്റ്റർ ഇല്ല സോറി 5th ചാപ്റ്റർ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ്. ഇന്ന് ആരുടെ ക്ലാസ് ഒക്കെ ഉള്ളത്? അറിയില്ല. പിന്നെ ഇപ്പൊ ഈ എടുത്തു വെച്ചേക്കുന്ന പേജിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എല്ലാം അതൊക്കെ ഏത് ചാപ്റ്ററാ? അതാ ഞാൻ പറഞ്ഞത്, മറ്റേ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ്, ആ പേജ് നമ്പർ 92. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാ ചാപ്റ്ററും കഴിയാറായോ മൊഡ്യൂൾ 7-ലെ? ഒരുവിധം എല്ലാതും കഴിഞ്ഞു തുടങ്ങി. ആണോ? സെക്കൻഡ് ചാപ്റ്റർ മാത്രമുണ്ട് കുറച്ച് കഴിയാനായിട്ട്. ആണോ? 7th ഒക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓ, 7th ലാസ്റ്റ് പോർഷൻ ഉണ്ട് മിസ് എടുത്തോണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു പാരഗ്രാഫ്, ഒത്തിരി വലിയൊരു പാരഗ്രാഫ്. അതൊരു ക്ലാസ് കൊണ്ട് കിട്ടിയാൽ നമ്മുടെ തീരും. ഓ, എക്സാമിന്റെ എന്തേലും പറഞ്ഞോ ഡേറ്റ്? നെക്സ്റ്റ് മന്ത് ഉണ്ടാവും പറഞ്ഞു. അമ്മേ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. എന്താണ് വളരെ കുറച്ച് ആളുകളെയുള്ളല്ലോ? അറിയില്ല മാം, ചിലപ്പോ സാറ്റർഡേ ആയതുകൊണ്ടാവും. ഓക്കെ, നമ്മള് 5th ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ അല്ലെ? എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ഓർക്കുന്നുണ്ടോ? നമ്മള് ജസ്റ്റ് വർക്ക്മാൻ ആക്ട് പറഞ്ഞു അല്ലെ? ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ക്ലിയർ ആണോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓക്കെ. അപ്പൊ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞാല് അത് 1923 അത് നിലവിൽ വരുന്നതും അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അല്ലെ, തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ എന്തെങ്കിലും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിക്കുകൾ പറ്റാം, അല്ലെങ്കിൽ ആക്സിഡൻസ് പറ്റാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് രോഗങ്ങൾ വരാം അല്ലെ? അപ്പൊ അത് ഓരോരോ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ആ തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാല് അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ പേയ്മെന്റ്സ് കാര്യങ്ങള് എല്ലാവർക്കും കിട്ടണം. അതുപോലെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടതായിട്ട് വന്നാലോ അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള സാലറി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും അങ്ങനെ കുറച്ചധികം ബെനിഫിറ്റ്സ് അവർക്ക് നേടിക്കൊടുക്കുന്ന ഒരു നിയമമാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ആ ഒരു ഇയർ മനസ്സിലാക്കാം. ഈ ഒരു ആക്ട് എന്തിനു വേണ്ടി എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ പറഞ്ഞു നോക്കിയ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 aims to provide workmen and or their dependents. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ കോമ്പൻസേഷൻ ആർക്ക് കിട്ടുക? ഒരു ജോലിക്കാരൻ മരണപ്പെട്ടു, ഇവരുടെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് വഴി എന്തെങ്കിലും മരണപ്പെട്ടു അവരുടെ ഫാമിലിക്കായിരിക്കും കിട്ടുക അല്ലെ? അവരുടെ ആശ്രിതർക്ക് ഡിപെൻഡൻസിനാണ് കിട്ടുക. അതാണ് ഒന്നില്ലെങ്കിൽ ആ വർക്ക്മെന്റ് തൊഴിലാളിക്ക് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങള് ചിലത് നൽകാനായിട്ട് ലക്ഷ്യമിടുന്ന ആക്ട് ആണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത്.
in case of accidents arising out of any course of employment and causing either death or disablement of workmen. ഒന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട്, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ളത് വരുമ്പോ അവര് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്കായിരിക്കും ആ കോമ്പൻസേഷൻ കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തന്നെയായിരിക്കും കിട്ടുക. Then the Act imposes statutory liability upon employer to provide payment to employees when they suffer from physical disabilities, diseases during the course of employment. ഇവിടെ പറയുന്നില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ വരികയോ അതിൽ അവർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചിലപ്പോൾ ജോലിയിൽ തുടരാനായിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും തുടരാനായിട്ട് പറ്റില്ല, അല്ലെ. ആ സമയത്ത് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി, അത് നിയമപരമായിട്ടുള്ള ആ ഒരു എംപ്ലോയറുടെ ബാധ്യതയാണെന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. അവർ ഈ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ആ ഒരു രോഗമോ അല്ലെങ്കിൽ ആ ഒരു വൈകല്യമോ വന്നിരിക്കുന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് എത്ര ദിവസം അവർ ആ ഒരു ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നോ അത്രയും ദിവസം അവരുടെ പേയ്മെന്റ് ഒന്നും കട്ട് ചെയ്യാതെ കൃത്യമായിട്ടുള്ള ശമ്പളം. എന്താണ് നിഷ ചോദിച്ചത്? ഇപ്പൊ നോക്കിയേ, സഫർ എന്തെങ്കിലും ഇങ്ങനെയുള്ള തുടരാൻ കഴിയാതെ വന്നാൽ അത്രയും ദിവസത്തെ പേയ്മെന്റ് അവർക്ക് കൊടുക്കണമെന്ന് അതൊരു നിയമാനുസൃതമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. ആരുടെ? ആ ഒരു തൊഴിലുടമ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. Then Workmen Compensation Act 1923 എന്ന് പറയുന്നത് it extends to the whole of India. ഇന്ത്യയിലെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ്. പ്രത്യേക എന്താണ് ഒരു ഏരിയക്കോ വേണ്ടിയിട്ടൊന്നും അല്ല, ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ് Workmen Compensation Act, and it came into the force on the 1st July of 1924. 1924 ജൂലൈ 1-നാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ക്ലിയർ ആണോ? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. ട്രേഡ് യൂണിയൻ ആക്ടും നമ്മൾ ആദ്യം 4 ആക്ടുകളെ പറ്റിയാ പറഞ്ഞു, അല്ലെ. ID ആക്ട് നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞു, ദെൻ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പറഞ്ഞു, ESA ആക്ടും ട്രേഡ് യൂണിയൻ ആക്ടും കൂടി 2 കൂടി ഉണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം, കാരണം ഇവിടെ പേര് മാത്രം പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ട്രേഡ് യൂണിയൻ ആക്ടും ESA ആക്ടും. അപ്പൊ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്താണ് ഒരു ട്രേഡ് യൂണിയൻ? എന്താണ് ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാല്? എന്താണ്? കേട്ടിട്ടില്ലേ നിങ്ങൾ? ട്രേഡ് അതെ ഗ്രൂപ്പാണ്, അല്ലെ. തൊഴിലാളികളുടെ സംഘടനയല്ലേ, അല്ലെ. തൊഴിലാളികളുടെ സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംഘടനകളെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്, അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒത്തിരി ട്രേഡ് യൂണിയനുകളുണ്ട്, അല്ലെ. പല പല സംഘടനകളുണ്ട്, അല്ലെ, ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ എന്താണ് അപ്രൂവൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത് പറയുന്ന ട്രേഡ് യൂണിയനുകൾക്ക് കൃത്യമായിട്ടുള്ള അംഗീകാരങ്ങള് അവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ ആക്ട് 1926 ആണ് കേട്ടോ. ഒരു വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1926 ഈ ട്രേഡ് യൂണിയൻ ആക്ട് വരുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന തൊഴിലാളി സംഘടനകളെ ലീഗലായിട്ട് നിയമപരമായിട്ട് അംഗീകരിക്കാനും അവർക്ക് സംരക്ഷണം നൽകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിനു വേണ്ടി അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്ന ജീവനക്കാർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടണം എന്നുള്ള രീതിയിൽ അവരുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്ന രീതിയിലും കൂടി ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈ ട്രേഡ് യൂണിയൻ പുതിയതായിട്ട് വരുന്ന ഓരോ ട്രേഡ് യൂണിയൻസും കൃത്യമായിട്ട് ഈ ഒരു നിയമപ്രകാരം ബന്ധപ്പെട്ട വീടുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ അതിനനുസരിച്ച് അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആ രജിസ്ട്രേഷൻ
ചെയ്തത്. ആ ഒരു രജിസ്ട്രേഷൻ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ട് എന്തെങ്കിലും വഞ്ചനാപരമായ രീതിയിലോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെയാണ് അവർ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ അത് റദ്ദാക്കാനും ഈ ഒരു നിയമത്തില് ഒരു എന്തുണ്ട് പ്രൊവിഷൻ നൽകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തൊഴിലാളികളുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ, അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുക, അതിന്റെ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കുക, അതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നു, അവരുടെ ആവശ്യകതകൾ പ്രൊട്ടക്ട് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. 1926 ആണ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് യൂണിയൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോ? ട്രേഡ് യൂണിയൻ ആക്ട് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് ESI ആക്ട്. ESI ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. ESIയുടെ എക്സ്പാൻഡ് ഫോം എന്താ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ESI നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ? ESI ഉണ്ട്, PF ഉണ്ട്, അതൊക്കെ പറയാനില്ലേ അവര്? പറയാറുണ്ട്. ESIയുടെ ഹോസ്പിറ്റലുകളുണ്ട് ഉണ്ടല്ലോ, പോയിട്ടുണ്ടോ? ESIയുടെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഓക്കെ, ESIയുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനായിരിക്കും ഈ ഒരു ESI ആർക്കാ ഉള്ളത്? ആർക്കാ കിട്ടുക? ESI ആർക്കാ കിട്ടുന്നത്? ESIയുടെ ആനുകൂല്യങ്ങള് ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ്, വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലെ, എംപ്ലോയീസിനാണ്. അപ്പൊ എംപ്ലോയീസിന് ആരാ അത് പ്രൊവൈഡ് ചെയ്യുന്നേ? ആര് സഹകരിച്ചുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നേ? ഇവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാ? യൂണിയനിലുള്ളതല്ല. ഇപ്പൊ ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനമാണ് നമുക്കത് നൽകുക അല്ലെ? ഏതൊരു എംപ്ലോയീസിനും ESIയില്, അതായത് ESIയില് ശരിക്കും 2 കൂട്ടര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എംപ്ലോയറും അതുപോലെ തന്നെ ഈ എംപ്ലോയീസും 2 കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്കീം എടുക്കാൻ പറ്റുന്നത് അല്ലെ? നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അത് പേയ്മെന്റ് കട്ട് ചെയ്യാറുണ്ട് ഇല്ലേ? കട്ട് ചെയ്ത് കേട്ടിട്ടുണ്ടോ? ജോലി ചെയ്യുന്നവരെ പറയും ESI കട്ട് ചെയ്തു, PF കട്ട് ചെയ്തു അല്ലെ? പറയാറില്ലേ? അപ്പൊ അവരുടെ സാലറിയിൽ നിന്നും ഒരു എമൗണ്ട് കട്ട് ചെയ്യും. അതേ എമൗണ്ട് തന്നെ, അതേപോലെ തന്നെയുള്ള ഒരു ഭാഗം ആരും കൊടുക്കും? ആ എംപ്ലോയറുടെ ഭാഗത്തു നിന്നും കൊടുത്താണ് ഈ ഒരു സ്കീം എടുക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു ESI സ്കീം എടുക്കുന്നത് വഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആ കിട്ടുന്നത്? ഈ ഒരു സ്കീമിൽ കവർ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? എന്തെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ വന്നാല് മെഡിക്കൽ കെയർ കിട്ടും അല്ലെ? വൈദ്യപരിചരണങ്ങൾ കിട്ടും. അതെ, പൈസയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതിനുള്ള സർവീസുകൾ കിട്ടും. പിന്നെ സിഗ്നസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടും. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടും അല്ലെ? ഫ്രീ സർവീസ് ആണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടില്ലേ? 6 മാസം നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ കിട്ടും. അതുപോലെ തന്നെ അവരുടെ ആശ്രിതർക്കും കിട്ടും ഇല്ലേ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ഹസ്ബൻഡ്മാർക്കോ അല്ലെങ്കിൽ ഏതാണോ അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളവര് അവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അപ്പൊ ആ ഒരു കവർ, ഈ ഒരു സ്കീം ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ് ഇന്ത്യയിലുള്ളത്. അതിൽ കവർ ആവുന്ന എല്ലാ എംപ്ലോയീസിനും മെഡിക്കൽ കെയർ ആയിക്കോട്ടെ, സിഗ്നസ് ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ഡിപ്പെൻഡൻസിനുള്ള ബെനിഫിറ്റ്സ് വരെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ESI ആക്ടിന്റെ പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ESI ആശുപത്രികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമ്മുടെ നാട്ടില് നിലവിലുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇതിലേക്ക് 2 കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയറും എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്കീം അവർക്ക് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ESI ആക്ട് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടാണ് മിണ്ടാതിരുന്നേ? ഓക്കെ, ക്ലിയർ ആണോ? ട്രേഡ് യൂണിയൻ ആക്ടും ESI ആക്ടും. പിന്നെ ഇയർ വേണോ? ഇയർ വേണമെങ്കിൽ 1948 ആണ് കേട്ടോ, 1948 ആണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മള് കുറച്ച് മെഡിക്കൽ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്.
അപ്പൊ അതില് സാലിയൻ പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ എത്തിക്സും ലോ ഒക്കെ പാലിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അല്ലെ മെഡിക്കൽ ലീഗൽ കേസസ് അല്ലെങ്കിൽ മെഡിക്കോ ലീഗലുമായി ബന്ധപ്പെട്ട കേസസ് വരുമ്പോ. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഡോക്ടറിന്റെ ഭാഗത്ത് നിന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ. ഈ ഒരു മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം വരെയും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും കേട്ടോ. നോക്കിയേ, സാലിയൻ പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഒരു മെഡിക്കോ ലീഗൽ കേസസ് പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന പോയിന്റുകളുണ്ട്. എന്തൊക്കെയാണ്? ഒരു 3 പോയിന്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത്, this may be noted that all injury patients brought by the police or somebody else must be made medico-legal if not registered as MLC elsewhere. എന്താണ് ഇവിടെ പറയുന്നത്? This may be noted that എല്ലാ ഇഞ്ചുറി പേഷ്യൻസും എങ്ങനെയുള്ളതാ? ബ്രോട്ട് ബൈ ദ പോലീസ് ഓർ സംബഡി എൽസ്. ഒന്നില്ലെങ്കിൽ പോലീസ് കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരുന്നതായിട്ടുള്ള എല്ലാ ഇഞ്ചേർഡ് ആയിട്ടുള്ള എല്ലാ പരിക്കുകൾ പറ്റിയ രോഗികളെയും നമുക്ക് മെഡിക്കോ ലീഗൽ ആയിട്ട് എന്ത് ചെയ്യുന്നതായിട്ട് വരും? രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ MLC ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ആദ്യമായിട്ട് അവരൊരു ഹോസ്പിറ്റൽ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, അവിടെ നമ്മൾ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആണെന്ന് അവിടുത്തെ ഡോക്ടേഴ്സിന് മനസ്സിലാവുകയാണെങ്കിൽ അവിടെ അവരുടെ കേസ് രജിസ്റ്റർ ചെയ്യും അല്ലെ. മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യില്ലേ? ചെയ്യും. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഒരു പ്രാവശ്യം അത് രജിസ്റ്റർ ചെയ്താൽ മറ്റു ഹോസ്പിറ്റലിൽ പിന്നെയും അത് മെഡിക്കോ ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പകരം എന്താ എടുക്കുക? ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കോ ലീഗൽ എന്ന കേസിൽ പേരിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോൾ നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പിന്നെയും പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് പിന്നെയും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഈ ഇവിടെ രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ ഉണ്ടാവില്ലേ? ഈ മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്ത നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ മാത്രം അവർ ഫോളോ ചെയ്ത് കൊടുത്താൽ മതി. അവിടുത്തെ രജിസ്റ്ററുകളിൽ ഈ നമ്പർ മാത്രം എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്ത് വിട്ടാൽ മതി. അതാണ് അവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ പറയുന്നത് may be noted that all injury patients brought by the police or somebody else must be made medico-legal if not registered as MLC anywhere. അതായത് MLC മറ്റെവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ, ഈ പേഷ്യന്റിനെ MLC ആയിട്ടുള്ള കേസാണെന്ന് മറ്റെവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ അവർക്ക് മെഡിക്കോ ലീഗൽ ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ മറ്റെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരത് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണ്, അത് ശ്രദ്ധിക്കണം. കാരണം മറ്റെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ആണ് നമ്മൾ എടുക്കുക. ആ നമ്പർ ഈ ഓരോ റെക്കോർഡുകളിലും എന്ത് ചെയ്യും? കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വിടും. അതേസമയം അല്ല, പുതിയതായിട്ട് വരുന്ന ഒരു കേസാണെങ്കിൽ അവിടെ ഇവര് തന്നെ എന്ത് ചെയ്യണം? എല്ലാ പോലീസും കൊണ്ടുവരുന്നതായിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരുന്നതായിട്ടുള്ള എല്ലാ പരിക്കു പറ്റിയ ആളുകളുടെയും മെഡിക്കോ ലീഗൽ ആയിട്ട് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തത്, the request of the patient or its relation to make the case MLC must be entertained. The police should be informed. ഇനി എന്താ? ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ചില പേഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ബന്ധുക്കളോ ചിലപ്പോ ഈ ഒരു കേസ് MLC ആക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, ചിലത് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് എന്റർടൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ? അത് നമുക്ക് പരിഗണിച്ചു കൊടുക്കാം. കാരണം എന്താണ്? അത് അവരുടെ താല്പര്യപ്രകാരമാണല്ലോ അല്ലെ. അപ്പൊ ഇവർക്ക് ഹോസ്പിറ്റലുകാർക്ക് അതിൽ വലിയ കുഴപ്പമില്ല. കാരണം എന്താ? അവർക്കത് അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം. അത് അവിടെ കുഴപ്പം, അതായത് ഡോക്ടർ പരിശോധിക്കും. വലിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ അവർ ഓക്കെ പറയും. അതല്ല, ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ അവരങ്ങനെ സമ്മതിക്കാൻ സാധ്യതയില്ല. പക്ഷെ അവർക്ക് താല്പര്യമുണ്ട് അതൊരു മെഡിക്കോ ലീഗൽ ആക്കണം ഈ ഒരു കേസ് എന്ന് ആ ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് അത് നമുക്ക് എന്റർടൈൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അത് പരിഗണിക്കുക മാത്രമല്ല, പോലീസിൽ ഉടനെ അത് ഇൻഫോം ചെയ്തിട്ട് വേണം അത് മെഡിക്കോ ലീഗൽ കേസ് ആണെന്ന് പരിഗണിക്കാനായിട്ട്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്.
മൂന്നാമത്തത്, if any case has already been registered as medico-legal case in another hospital or dispensary, a fresh report may not be another hospital or dispensary. A fresh report may not be prepared, but the case may be labeled as medico-legal, mentioning the previous MLC number and record of further treatment should be kept as MLC. എന്ന് മിസ് പറഞ്ഞത് തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ, മറ്റൊരു ഹോസ്പിറ്റലിലോ ഡിസ്പെൻസറിയിലോ ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഈ ഒരു കേസിനെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിനോ ഡിസ്പെൻസറിക്കോ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരുന്നില്ല അല്ലെ. പകരം അവർ എന്താ ചെയ്യേണ്ടത്? പകരം എന്ത് ചെയ്യണം? അവരുടെ അവിടെയുള്ള മെഡിക്കോ ലീഗൽ റിപ്പോർട്ടുകളില് മെൻഷനിങ് ദ പ്രീവിയസ് MLC നമ്പർ, ആ മുൻപുള്ള മെഡിക്കോ ലീഗൽ കേസിന്റെ ആ നമ്പറും മെൻഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ദ റെക്കോർഡ് ഓഫ് ഫർദർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് MLC. എന്താ അവരുടെ പിന്നീടുള്ള പിന്നീട് അവർക്ക് എന്തൊക്കെ തുടർ ചികിത്സകൾ നൽകിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട രേഖകളും MLC ആയിട്ട് പരാമർശിച്ചുകൊണ്ട് അവിടെ റെക്കോർഡായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ? ഇഫ് എനി കേസ് ഓൾറെഡി ഹാസ് ബീൻ രജിസ്റ്റർഡ് ആസ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഇതിനോടകം തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഡിസ്പെൻസറിയിലോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്സിലോ ഡിസ്പെൻസറിക്കോ ഇത് പുതിയൊരു റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്യേണ്ട, തയ്യാറാക്കേണ്ടതായിട്ടില്ല. അതിന് പകരം ഇവർ ചെയ്യേണ്ടത് അവരുടെ ഇവിടെയുള്ള മെഡിക്കോ ലീഗൽ രജിസ്റ്റർ അല്ലെങ്കിൽ റെക്കോർഡിൽ ഇവരുടെ മുൻപുണ്ടായിരുന്ന MLC നമ്പർ ഏതാണോ ആ നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് തുടർന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ പരിചരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും ഈ MLC ആയിട്ട് രേഖപ്പെടുത്തിയ ആ റെക്കോർഡിനുള്ളിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ 3 പോയിന്റ് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ റിലേഷനിലുള്ള അവരുടെ ബന്ധുക്കളോ ചില കേസുകൾ ചിലപ്പോ ഇപ്പൊ MLC ആക്കണം, ഇപ്പൊ ചിലപ്പോ ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ചിലര് പറയും അല്ലെ. ചിലവര് പറയാറില്ലേ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കേസ് ആയാലല്ലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ അവർ പറയാണ്. അവരുടെ അഭ്യർത്ഥന പ്രകാരം അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും ചിലപ്പോ എന്ത് ചെയ്യാം, അവർ MLC ആക്കാനായിട്ട് അത് പരിഗണിക്കാം. അത് വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നതോ അത് കാരണം എന്താണ് ഇവർക്ക് അത് ബാധ്യതയിൽ വരുന്നത്. കാരണം അവർ ഉടനെ പോലീസുമായിട്ട് അത് ഇൻഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുമ്പോൾ വേണമെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണ്. ക്ലിയർ ആയോ ഐശ്വര്യ? ഓക്കെ കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? 3 പോയിന്റ്സ്. ഓക്കെ, അടുത്തത് എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. പിന്നെ നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് വരുമ്പോൾ അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തത്, ഇഫ് എ കേസ് ഇസ് ബ്രോട്ട് ബൈ പോലീസ് several days after the incident for medico legal examination. അതായത് ഇപ്പൊ ഒരു പോലീസ് ഒരു കുറച്ച് ദിവസം, അതായത് ആ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇവർക്ക് മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ പരിശോധന നടത്താൻ വേണ്ടി കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കും. അപ്പൊ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായില്ലേ അല്ലെ? ആയിക്കഴിഞ്ഞത് കൊണ്ട് തന്നെ the opinion regarding the case is to be given according to the present exam findings and present condition of the patient. അപ്പൊ ഒരിക്കലും ഒരു ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻപ് അവരുടെ ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്തെ
ആ ഒരു കണ്ടീഷനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പറ്റോ? ഇല്ല അല്ലെ? അവർക്ക് ആ ഒരു കേസിനെ കുറിച്ചുള്ള അവരുടെ ലീഗൽ ആയിട്ടുള്ള പരിശോധനകൾ നടത്തി എന്തിനെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ? given according to the present exam findings അല്ലെ? അവർക്ക് ഇപ്പോ നിലവിൽ എന്തൊക്കെ പരിശോധനകൾ നടത്തി, അതിലൂടെ എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി അല്ലെ? അതാണ് പറയാൻ പറ്റുക. ആ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, നിലവിലെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അവസ്ഥ എങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള ഒരു അഭിപ്രായമായിരിക്കും പറയാൻ സാധിക്കുക. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു ഉടനെ തന്നെ അവർ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ അപ്പോഴത്തെ കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് മെൻഷൻ ചെയ്ത് അതിനനുസരിച്ചുള്ള അഭിപ്രായം പറയാം അല്ലെ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഇൻസിഡന്റ് നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അല്ലെ? മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കണം, അത് ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എങ്ങനെയായിരിക്കണം ഒരു അഭിപ്രായം പറയേണ്ടത്? ആ പേഷ്യന്റിന്റെ പ്രസന്റ് നിലവിൽ നമ്മൾ ചെയ്യുന്ന പരിശോധനകളുടെ കണ്ടെത്തലുകളിൽ നിന്നും, അതുപോലെ തന്നെ നിലവിലെ ആ ഒരു പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷൻ, നിലവിലെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിനനുസൃതമായിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ ആയിരിക്കണം പറയേണ്ടത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത്, if a case has already been dealt with as non-medico-legal by the first examining doctor at the casualty, it can be made medico-legal by the concerned treating unit doctor if they suspected any foul play at any stage while the patient is in hospital. They have to do all medico-legal formalities in such cases. അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകാര് തന്നെ ചില കാര്യങ്ങള് ഒത്തുകളിച്ച് എന്താണ് ആ ഒരു മെഡിക്കോ ലീഗൽ അല്ലാത്ത രീതിയിൽ മാറ്റാറുണ്ട് ഇല്ലേ? ഇപ്പൊ ചില ഹോസ്പിറ്റലുകാർ അടുത്ത ജീവനക്കാര് തമ്മില് എന്താണ് ഒത്തുകളിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നാൽ, അതായത് ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിൽ എന്തൊരു സംഭവം നടന്നാലും നമ്മൾ ആദ്യം കാഷ്വാലിറ്റിയിലേക്കല്ലേ കൊണ്ടുപോവാ അല്ലെ? അപ്പൊ അങ്ങനെ കാഷ്വാലിറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഫസ്റ്റ് എക്സാമിനിങ് ഡോക്ടർ അവർ ആദ്യമായിട്ട് പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ആ ഒരു കേസിനെ എങ്ങനെ കൈകാര്യം ചെയ്തു? നോൺ മെഡിക്കോ ലീഗൽ ആദ്യമായിട്ട് കാണും. ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്, പക്ഷെ അവര് കാഷ്വാലിറ്റി കൊണ്ടുപോകും. അത് ശരിക്കും ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിരുന്നു. പക്ഷെ ആ ഒരു കാഷ്വാലിറ്റിയിലെ ഫസ്റ്റ് എക്സാമിൻ ചെയ്ത പരിശോധിച്ച ഡോക്ടർ എന്ത് ചെയ്തു? എന്തായിട്ടാണ് കൈകാര്യം ചെയ്തത്? നോൺ മെഡിക്കോ ലീഗൽ എന്ന രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്കിത് മാറ്റാൻ പറ്റും. അതായത് if any suspect any foul play at any stage, ഈ പറയുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജില് എന്തെങ്കിലും കുറ്റകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്ലേ നടന്നിട്ടുണ്ട് എന്ന് സംശയം തോന്നിയാൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ബന്ധപ്പെട്ട ആ ഒരു ട്രീറ്റിംഗ് യൂണിറ്റിലെ ഡോക്ടർക്ക് ഈ കേസിനെ എന്താക്കി മാറ്റാം? മെഡിക്കോ ലീഗൽ കേസായിട്ട് മാറ്റാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതെന്താണ്? while the patient is in hospital, ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഹോസ്പിറ്റലിൽ ആ കാഷ്വാലിറ്റി പോയിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ പേഷ്യന്റ് ഉണ്ടെങ്കിൽ ആ കാഷ്വാലിറ്റിയിൽ വെച്ച് ആ ഡോക്ടറോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളോ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഒരു ഫൗൾ പ്ലേ നടത്തി എന്ന് സംശയം തോന്നിയാൽ ആ കേസിനെ നമുക്ക് മെഡിക്കോ ലീഗൽ ആക്കി മാറ്റാനായിട്ട് അവരുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ യൂണിറ്റ് ഡോക്ടർ, ആ യൂണിറ്റിലുള്ള ഡോക്ടർക്ക് കഴിയും. മനസ്സിലായോ? ക്ലിയർ ആയോ? അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നോൺ മെഡിക്കോ ലീഗൽ എന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് തിരിച്ച് മെഡിക്കോ ലീഗൽ ആക്കാനായിട്ടുള്ളൊരു വ്യവസ്ഥ അവിടെ നിലവിലുണ്ട്. അത് ആ ഒരു അവരെ ബന്ധപ്പെട്ട ആ ഒരു ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇങ്ങനെ എഴുതി കൊടുക്കാത്തത്, അവരെ എന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസിലേക്ക് മാറ്റിയാൽ മെഡിക്കോ ലീഗൽ കേസിലാണെന്നത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളും ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ ചെയ്യേണ്ടതായിട്ടും വരും. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തത്, not registering a case as MLC by CMO shall solely depend on his assessment and not with anybody's request or order. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു CMO അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് റിക്വസ്റ്റ് അനുസരിച്ച് അവർക്ക് മെഡിക്കോ ലീഗൽ ആക്കി മാറ്റാം അല്ലെ? അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ മെഡിക്കോ ലീഗൽ ആക്കാം. ഇനി ഈ CMOയുടെ ഒരു സോൾലി ഡിപ്പെൻഡ് ഓൺ ഹിസ് അസസ്മെന്റ്, അതായത് ഈ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസും അവരെ മെഡിക്കോ ലീഗൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ CMOയുടെ
റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തലിനനുസരിച്ചാണ് അല്ലെ. ചീഫ് മെഡിക്കൽ ഓഫീസർ അത് കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ നോട്ട് വിത്ത് എനിബഡീസ് റിക്വസ്റ്റ് ഓർ ഓർഡർ, അവരുടെ മറ്റുള്ളവരുടെ ഒരു റിക്വസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ഓർഡറിന്റെ പുറത്തോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നോൺ മെഡിക്കോ ലീഗൽ ആണ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. മെഡിക്കോ ലീഗൽ ആകാനായിട്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കൺസേണും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേസമയം മെഡിക്കോ ലീഗൽ അല്ല എന്നാക്കി മാറ്റാനായിട്ട് ഒരു CMOക്ക് നോട്ട് രജിസ്റ്ററിങ് എ കേസ് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് അവരുടേതായ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അവർ കൃത്യമായിട്ട് വരുന്ന ഓരോ കേസിനെയും വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ച് മറ്റുള്ളവരുടെ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഓർഡറോ പ്രകാരമായിരിക്കരുത് ഇത് MLC അല്ല എന്ന് തീരുമാനിക്കേണ്ടത്. MLC അല്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് കൃത്യമായ വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിൽ ഇനി പിന്നീട് എന്ത് പ്രോബ്ലം വന്നാലും അത് ആരും എന്നെ ഫേസ് ചെയ്യണം, ആരും എന്നെ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. He will be held responsible if anything goes wrong. എന്താ തെറ്റായിട്ട് ഈ ഒരു തീരുമാനം തെറ്റായി ഇപ്പൊ ഒരു മറ്റൊരാളുടെ ഒരു ഓർഡർ പറയാൻ അതിന് സീനിയർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന ഒരു ആളുടെ ഓർഡർ പ്രകാരം അവർ ചെയ്യുകയാണെങ്കിൽ ഒരു കേസ് MLC അല്ല എന്ന് എഴുതുന്നു. MLC അല്ല എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആ CMOയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ആര് എന്നെ ബാധിച്ചതാവുക, പിന്നീട് ആരോഗ്യ കുറ്റക്കാരനാവുന്നത് ആ ഒരു CMO തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ അത് ആരുടെ തലയിൽ തന്നെയാവില്ല, ഈ CMOയുടെ തലയിലാണ്, കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെയും ഓർഡറോ റിക്വസ്റ്റോ പ്രകാരം വരുന്ന കേസുകൾ MLC അല്ല എന്ന് രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? 3 പോയിന്റ് ആണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. 3 ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ്. ഇനി ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ആണ്, ഫോർ ഓൾ ദി കേസസ് രജിസ്റ്റേർഡ് ആസ് മെഡിക്കോ ലീഗൽ ദ ഇൻജുറി ഷീറ്റ് മസ്റ്റ് ബി filled up in duplicate, wherein all the columns inside the sheet must be completed with the help of a police constable deputed for the purpose. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഇവിടെ ഒരു മെഡിക്കോ ലീഗൽ കേസസിന്റെ ഇഞ്ചുറി ഷീറ്റുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇഞ്ചുറി ഷീറ്റുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു ഇഞ്ചുറി ഷീറ്റ്, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം മോഡലിലൊന്നും അല്ല, നമ്മുടെ ബോഡിയുടെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷീറ്റ് കണ്ടിട്ടുണ്ടോ?
അവർ അതുപോലെ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫിൽ ചെയ്യേണ്ടതുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയുടെ ഷേപ്പും നമ്മുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫുൾ ബോഡിയുടെ ഷേപ്പ് ഉണ്ടാവും കേട്ടോ. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അതാണ് ശരിക്കും ഇഞ്ചുറി ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോ ഭാഗങ്ങളും നമ്മുടെ കൈയുടെ ഭാഗത്ത് എത്ര ശതമാനം പരിക്ക് പറ്റി. ഇപ്പോ ബേൺ ഇഞ്ചുറി ഒക്കെ നടന്ന ആളുകളുടെ അവർ പറയാറില്ല 30%, 50% ഇഞ്ചുറി നടന്നു എന്നൊക്കെ പറയാറില്ലേ. ബേൺ ഇഞ്ചുറി ഇത്ര ശതമാനം നമ്മൾ കണക്കാക്കുമല്ലോ, എത്രത്തോളം ഇഞ്ചുറി പെർസെന്റേജ് അവർക്കുണ്ട്, എത്രത്തോളം കുറവുണ്ടെന്നൊക്കെ. അത് ഓരോ ഏരിയ വെച്ച് ചെയ്തിട്ട് അവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പിക്ചറില് അവർക്ക് എവിടെയൊക്കെയാണോ പരിക്കുകൾ പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് ആ ഏരിയ അവര് മാർക്ക് ചെയ്ത് ഇത്ര ശതമാനം, അതിനൊരു പെർസെന്റേജ് കണക്കാക്കും. ഇത്ര ശതമാനം, ഇത്ര ശതമാനം. അപ്പൊ ആ വരുന്നത് ഇവർക്ക് മാത്രമല്ല, ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഇഞ്ചുറി ഷീറ്റ് കിട്ടിയാൽ ഏതൊരു ഡോക്ടർക്കും അത് നോക്കിയാൽ എവിടെയൊക്കെയാണ് ഇവർക്ക് പരിക്കുകളുള്ളത്, എത്ര ശതമാനത്തോളം പരിക്കുകളുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ തന്നെ വിവരിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതാണ് അത് ഹോസ്പിറ്റലിലുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പേപ്പറാണ്. ഓൾറെഡി പ്രിന്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ഫില്ല് ചെയ്തൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം. ബാക്കിയെല്ലാം അവർ തന്നെയാണ് നമ്മുടെ ഇഞ്ചുറി അനുസരിച്ച് പരിശോധനകൾ നടത്തിയിട്ട് ഫില്ല് ചെയ്യുന്നത്. Okay, for all the cases registered as medical legal, the injury sheet must be filled up in duplicate, wherein all the columns inside the sheet must be completed with the help of a police constable deputed for the purpose. ഇവിടെ ഈ പറയുന്ന എല്ലാ, അതായത് മെഡിക്കോ ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും ഇഞ്ചുറി ഷീറ്റ് എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. ഫിൽ അപ്പ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 കോപ്പി ഉണ്ടാവും. 2 ഉണ്ടാവും. ഒരെണ്ണത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതാ ഉദ്ദേശിക്കുന്നത്. 2 കോപ്പി ഉണ്ടാവും. അതിൽ 2 എണ്ണത്തിൽ ഒരെണ്ണം മാർക്ക് കൊടുക്കാനുള്ളതാ ആ വരുന്ന പേഷ്യൻസിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളതും ഒരെണ്ണം അവരുടെ റെക്കോർഡായിട്ട് സൂക്ഷിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ 2 കോപ്പി ഉണ്ടാവും. ആ 2 അല്ലെങ്കിൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ അത് ഫില്ല് ചെയ്യേണ്ടത് ആരാ ഫില്ല് ചെയ്യേണ്ടത്? വെയറിൻ ഓൾ ദി കോളംസ് ഇൻസൈഡ് ദ ഷീറ്റ്. ആ ഷീറ്റിനുള്ളിൽ ഒരുപാട് കോളംസ് ഉണ്ടാവും. ആ രോഗിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കോളങ്ങൾ ഫില്ല് ചെയ്തത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഇഞ്ചുറി എന്തോരമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലോ. must be completed with the help of a police constable deputed for the purpose. ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് അല്ലെ ഇതിനായി നിയോഗിച്ചപ്പെട്ട പോലീസ് കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ഇഞ്ചുറി ഷീറ്റിലുള്ള കോളംസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്, എല്ലാ മെഡിക്കൽ ലീഗൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കൽ ലീഗൽ കേസുകളും ആ ഒരു ഇഞ്ചുറി ഷീറ്റ് ഡ്യൂപ്ലിക്കേറ്റുകൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ പ്രസൻസിലെ സഹായത്തോടു കൂടിയാണ്? അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹു ബ്രോട്ട് ദ പേഷ്യന്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ കേസ് ഫയൽ. ഇനി എന്തൊരു കേസ് ഫയലിൽ എനിക്ക് രോഗിയെ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പൊ രോഗി പോലീസ് ആണോ അല്ലെങ്കിൽ ആരാണോ രോഗിയെ കൊണ്ടുവന്നിരിക്കുന്നത് ആ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയുടെ പേര്, അതുപോലെ അവരുടെ വിലാസം അല്ലെങ്കിൽ അഡ്രസ് മുതലായവ ഈ കേസ് ഫയലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പൊ ആരാണോ അവരെ കൊണ്ടുവന്നത് രോഗിയെ കൊണ്ടുവന്നവരുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് അവരുടെ ഒരു കേസ് ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പൊ വലിയ രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോൾ അവരുടെ വിറ്റ്നസിന് വേണ്ടിയിട്ടൊക്കെ വിളിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് വേണമെന്ന് പറയുന്നത്. മൂന്നാമത്തത്, when filling the injury sheet, special emphasis should be given to name, age, sex, date and time of arrival, and also on detailed exams of the injury like its number, its dimension, its positions and margins. അതായത് ഈ ഒരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട സ്പെഷ്യൽ എംഫസിസ് അല്ലെങ്കിൽ കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള എംഫസിസ് അല്ലെങ്കിൽ കൂടുതൽ നൽകേണ്ടത്, പ്രത്യേക ഊന്നൽ നൽകേണ്ടത് അല്ലെങ്കിൽ എംഫസിസ് കൊടുക്കേണ്ടത് എന്തിനൊക്കെയാണ്? ആദ്യം അവരുടെ പേര് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം, ഏജ്, സെക്സ്, അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് അറൈവൽ, ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന സമയവും ദിവസവും അതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻസ് ഓഫ് ഇഞ്ചുറി, അവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ, അതിൽ എത്ര നമ്പർ ഓഫ് ഇഞ്ചുറീസ് ഉണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് ഏരിയാസിൽ പരിക്കുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു കൈക്ക് മാത്രം ആയിരിക്കില്ല, കയ്യില്, കാലില്, അതുപോലെ നെഞ്ചില്, അപ്പൊ അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളിൽ ഉണ്ടാവില്ലേ. അപ്പൊ എത്ര നമ്പർ ഓഫ് ഇഞ്ചുറീസ് ഉണ്ട്, എത്ര പരിക്കുകൾ ഉണ്ട് അവർക്ക്.
അതിന്റെ ഡയമെൻഷൻ ചിലത് ഭയങ്കര ആഴത്തിലായിരിക്കും അല്ലെ, ചിലത് ചിലപ്പോ പുറമേ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ എത്രത്തോളം അളവിൽ അവർക്ക് പരിക്കുകളുണ്ട്, അതിന്റെ പൊസിഷൻസ് ഓരോരോ കയ്യിൽ എത്ര ഭാഗത്തുണ്ട്, അതുപോലെ അതിനു വേണ്ടിയാണ് ആ ഒരു സ്ട്രക്ചർ വരയ്ക്കുന്നത്. അവർ ആ ഒരു സ്ട്രക്ചർ ഓൾറെഡി അതിലുണ്ടാവും കേട്ടോ. അപ്പൊ അവരുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷന്റെയും ആ ഒരു എന്താണ് ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ട് അവർക്ക് രേഖപ്പെടുത്താൻ പറ്റും ഇന്ന കയ്യിൽ ഇന്ന സ്ഥലത്തില് പൊസിഷനില് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഇത്ര ഡീപ്പിലാണ് ഉള്ളത്. അതുപോലെ അതിന്റെ ആ ഒരു മാർജിൻ ഏരിയയിൽ അവർക്ക് എന്താണ് നമ്മുടെ മറ്റേതെങ്കിലും മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ, ഉള്ളിലേക്കുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു പിക്ചറിൽ തന്നെ രേഖപ്പെടുത്തി വെക്കാനായിട്ട് പെട്ടെന്ന് മറ്റൊരാൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലാണ് അത് തയ്യാറാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു എംഫസിസ് അല്ലെങ്കിൽ ഊന്നൽ നൽകിയായിരിക്കണം ആ ഒരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട്. അത് എല്ലാം നമുക്ക് ആ പേഷ്യന്റിനെ കൊണ്ടല്ല ചെയ്യിക്കുന്നത് കേട്ടോ. പേഷ്യന്റിന്റെ നെയിമും ഏജും സെക്സും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവരെ കൊണ്ട് ചെയ്യിക്കും. മറ്റൊരു ആ ഒരു പരിശോധനകൾ നടത്തുന്ന ഡോക്ടേഴ്സ് ആണ് അത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ഫോർത്ത് വൺ ആണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗിവ് ആൻ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ഇഞ്ചുറി ഇമ്മീഡിയറ്റ്ലി എ കേസ് മേ ബി മെൻഷൻ അണ്ടർ ഒബ്സർവേഷൻ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു ഇഞ്ചുറി വന്നു, ആ ഒരു ഇഞ്ചുറിയെ കുറിച്ചുള്ള ഒരു ഇഞ്ചുറിയുടെ സ്വഭാവം അല്ലെ, ആ ഒരു പരിക്കിന്റെ സ്വഭാവം എങ്ങനെയാണ്, നമുക്ക് അത് പെട്ടെന്ന് ഒരു ഒബ്സർവേഷൻ പെട്ടെന്ന് നമുക്കൊരു എക്സാമിനേഷൻ പരിശോധന നടത്തുമ്പോൾ ചിലപ്പോൾ അഭിപ്രായത്തെ പറ്റി ഒരു ഒപ്പീനിയൻ പറയാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക. ചില ഫർദറായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നാലേ ചിലപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, കേസ് മേ ബി മെൻഷൻ അണ്ടർ ഒബ്സർവേഷൻ. അപ്പൊ അത് MLC ആയിട്ടല്ല വെക്കുന്നത്, ഒരു ഒബ്സർവേഷൻ എന്ന കേസിലാണ് വെക്കുക. മനസ്സിലായോ? അവിടെ അവർ ഒബ്സർവേഷനിലാണ് ഇപ്പൊ അവരിരിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളും അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ MLC ആക്കി മാറ്റുക. മനസ്സിലാവുന്നുണ്ടോ? ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞേ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗിവ് ആൻ ഒപ്പീനിയൻ. ചിലപ്പോൾ നമുക്ക് ഒരു കേസ് കാണുമ്പോൾ അതില് അങ്ങനെ ഒരു MLC ആണോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേച്ചർ, ആ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട അതിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ വന്നാൽ നമ്മൾ അത് പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ പറ്റില്ല, അതാ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ പറ്റാതെ വന്നാൽ നമ്മൾ അത് ഒബ്സർവേഷനിലേക്ക് വെക്കും. ഒബ്സർവേഷനിൽ വെച്ചിട്ട് അവർ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി, കൃത്യമായ പരിശോധനകൾ നടത്തി, ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് വന്നത് പരിശോധിച്ച് ഇത് MLC ആണ്, ഇന്നൊരു കേസാണ് എന്ന് എന്ത് ചെയ്യുന്നു, സ്ഥിരീകരിക്കുകയും അതിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ 4 വേഗം ഒന്ന് വായിച്ചു നോക്കി. കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, 4 വായിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണോ 4 പോയിന്റ്സും? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നോക്കാം കേട്ടോ. 5th point, the final opinion can be given on a later date, but it remains the responsibility of the CMO who saw the case first to collect information and give a final opinion. If specialist doctor has attended any case, he will give final opinion that is simple or grievous. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഫൈനൽ ഒപ്പീനിയൻ ആ ഒരു പേഷ്യന്റിനെ പരിശോധിച്ചു, അവരിൽ നിന്നുള്ള ആ ഒരു അന്തിമ അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗിവൺ ഓൺ ലേറ്റർ ഡേറ്റ്, പിന്നീട് നമുക്ക് നൽകാവുന്നതാണ്. എന്നാൽ ബട്ട് ഇറ്റ് റിമെയിൻസ് എ റെസ്പോൺസിബിലിറ്റി, CMOയുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കണം. അതിന് മുൻപുള്ള CMOയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്
who saw the first case, അതായത് അവര് ആ ഒരു പേഷ്യന്റിനെ ആദ്യം കാണുന്ന സമയം മുതൽ ആ കേസുമായി ബന്ധപ്പെട്ട ഇനീഷ്യൽ എക്സാമിനേഷൻസ്, പരിശോധനകൾ നടത്തണം. അതുമായി ബന്ധപ്പെട്ട എവിഡൻസ് അല്ലെ, ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ കളക്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്? ഈ CMOയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. അതിനുശേഷമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിഷ്യൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുന്നു. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു ഫൈനൽ അഭിപ്രായം പറയാൻ പറ്റും. ഈ കേസിൻ്റെതാണെന്ന് നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടി ഫൈനൽ ഒപ്പീനിയൻ പിന്നീട് പറഞ്ഞാൽ മതി. അതിന് മുൻപായിട്ട് നമ്മൾ ആ CMO റെസ്പോൺസിബിലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ആ വരുന്ന കേസ് ആദ്യം കാണുന്നത് മുതൽ അതിന് ഇനിഷ്യൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുക. അതുമായി ബന്ധപ്പെട്ട ആ ഒരു കേസുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എവിഡൻസുകൾ കളക്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻ നടത്തുക. അതിനുശേഷം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ടാണ് ഒരു അന്തിമ ഒപ്പീനിയൻ ആര് കൊടുക്കേണ്ടത്? ഈ CMO കൊടുക്കേണ്ടത്. ഇനി ഇപ്പൊ ആ ഒരു CMOക്ക് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. ഇപ്പൊ ചില കേസുകൾ CMO കൈകാര്യം ചെയ്യുന്നതിന് മുകളിലായിരിക്കും അല്ലെ. അപ്പൊ അവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പൊ അവരായിരിക്കും അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത്. ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്കും എന്ത് ചെയ്യാം? ഇഫ് അറ്റൻഡഡ് എനി കേസ്, ഏതെങ്കിലും കേസുകൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കും ഈ ഫൈനൽ ഒപ്പീനിയൻ പറയാം. അതെങ്ങനെയായിരിക്കാം? ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും, ലളിതമാവാം. ചിലപ്പോൾ അതെന്താ ഗ്രീവിയസ് എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള ഒരു ഒപ്പീനിയനോ അല്ലെ. ചില കേസുകളിൽ വലിയ രീതിയിലുള്ള നമുക്ക് അത്ര പ്രശ്നമൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു അഭിപ്രായം ചിലപ്പോൾ വന്നേക്കാം. ചിലത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെ, നമുക്ക് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കാം ചിലപ്പോൾ അതിലൂടെ വരാൻ പോകുന്നത്. കേസുകളുടെ അനുസരിച്ചായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് രണ്ടുപേർക്കാണ് ഇവിടെ ബാധ്യസ്ഥരായിട്ടുള്ളത്. CMO ആയിരിക്കാം ഏതൊരു കേസ് വന്നാലും അതുമായി ബന്ധപ്പെട്ട ഇനിഷ്യൽ അസസ്മെന്റ് ചെയ്യേണ്ടതും അതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതും ഡോക്യുമെന്റ് ചെയ്യേണ്ടതും. അതിനുശേഷം അത് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ട് വേണം പിന്നീട് അതിനൊരു ഫൈനൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ അന്തിമ അഭിപ്രായം കൊടുക്കാനായിട്ട്. ഇനി ആ കേസ് പല കേസുകളും ചിലപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കും ഈ പറയുന്ന ലഘുവായിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ ദുഃഖകരമായിട്ടുള്ളതോ ആയിട്ടുള്ള ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ അന്തിമ അഭിപ്രായം ആ ഒരു കേസിനെ കുറിച്ച് പറയാവുന്നതാണ്. അപ്പൊ ഒരു ഫൈനൽ ഒപ്പീനിയൻ എപ്പോഴും പിന്നീടാണെന്ന് പറയാ. അതിന് ആദ്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അത് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുന്നത്. ഓക്കെ ആണോ? Then അടുത്തത്, if a patient is admitted, it must be mentioned in the injury sheet, admitted for detailed examination and management. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ കേസ് കൂടുതലാണ്, അപ്പൊ അവരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ പരാമർശിക്കണം. എന്താണ് എഴുതേണ്ടത്? ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് എഴുതണം? അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ്, വിശദമായ പരിശോധനയ്ക്കും മാനേജ്മെന്റിനും വേണ്ടി അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ആ ഒരു ഇഞ്ചുറി ഷീറ്റില് എന്ത് ചെയ്തിട്ടുണ്ടാവണം? മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏഴാമത് ടൈപ്പ് ഓഫ് വെപ്പൺ. Then okay, if at possible must be mentioned whether blunt or sharp, hard blunt, soft blunt, cutting weapon, stabbing weapon, firearm on the basis of injury or examination. ഈ പറയുന്ന മെഡിക്കൽ ലീഗൽ കേസസ് ആവുമ്പോൾ നമുക്കറിയാം എന്താണ്, ചിലപ്പോൾ പലതരത്തിലുള്ള വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ മൂലം എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവും അല്ലെ, ഉണ്ടാവാറില്ലേ? ആയുധങ്ങൾ മൂലം, വെപ്പൺസ് മൂലം. അത് സാധ്യമാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വെപ്പൺ ആണെന്ന് കൂടി മനസ്സിലാക്കും. ഇപ്പൊ ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇങ്ങനെയുള്ള മൂർച്ചയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കടാര പോലത്തെ എന്തോ ആണ് കയറിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയാറില്ലേ അവര്? ഒരു ഏകദേശം അതായത് സാധ്യതയാണ് പറയുന്നത്. ആ ഒരു പരിക്കിന്റെ ആ ഒരു ആഴവും അതിന്റെ ആ ഒരു ഡെപ്തും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരൊരു സാധ്യത പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സാധ്യതയും ഏത് തരത്തിലുള്ളതാവാം സാധ്യതയുണ്ട് എന്ന കാര്യം അറിയാമെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അത് ആ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻസ് പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മെൻഷൻ ചെയ്ത് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ വെക്കണം. അതായത് ഇപ്പോ വെദർ ബ്ലണ്ട് ഓർ ഷാർപ്പ്, മൂർച്ചയുള്ളതായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ഹാർഡ് ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് ബ്ലണ്ട് അതായത് ഇത് മൂർച്ചയുള്ളതെന്നല്ല, കട്ടിയുള്ള, ഇപ്പൊ ഈ ക്രിക്കറ്റിന്റെ ബാറ്റ്, അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക്, അങ്ങനെ
കട്ടി കൂടിയിട്ടുള്ള സാധനങ്ങളോട് പിന്നെ അതിന്റെ ബ്രിക്സോ അതുപോലെ തന്നെ സ്റ്റോണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വരുന്ന ഇഞ്ചുറീസ് ഇല്ലേ, പരിക്കുകളില്ലേ. അപ്പൊ ആ പരിക്കുകൾ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കട്ടിയുള്ള എന്തോ സാധനം വെച്ചാണ് ആ ഒരു പരിക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ സോഫ്റ്റ് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ സോഫ്റ്റ് ബ്ലെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ വാഹനാപകടങ്ങളൊക്കെ വരുമ്പോ വാഹനാപകടങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അവിടെ ഫ്രണ്ടിൽ ഡ്രൈവർക്കൊക്കെ കൂടുതലും പരിക്ക് വെച്ചിരുന്നത് എങ്ങനെയാ? ഒന്നല്ലെങ്കിൽ ആ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട് അല്ലെ, അതവിടെ പുറമേ ഉള്ള ഒരു ഇഞ്ചുറി അല്ലെ, ഈ കുത്തിക്കേറി ഉണ്ടാവുന്നതല്ല, അല്ലാതെ നമുക്കുള്ള ചതവോ കാര്യങ്ങളോ ഇന്റേണൽ ആയിട്ട് വരാറില്ലേ? ആ സ്റ്റിയറിംഗോ അല്ലെങ്കിൽ ആ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റുമായി ബന്ധപ്പെട്ടോ വരാറില്ലേ? അങ്ങനെയുള്ള ഒരു എന്താണ് പരിക്കാണോ? അതാണ് സോഫ്റ്റ് ബ്ലെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കട്ടിംഗ് വെപ്പൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മുറിക്കാൻ പറ്റുന്ന അല്ലെ, മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാട് കൊണ്ടോ അല്ലെങ്കിൽ കടാരകൾ കൊണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. സ്റ്റാബിക് വെപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ നീളമുള്ള, ഇപ്പൊ കത്തി പോലെ തന്നെ ഭയങ്കര നീളമുള്ള ലോങ് ആയിട്ടുള്ള കത്തി പോലെ കണ്ടിട്ടില്ലേ, വീതിയില്ലാത്ത അങ്ങനെയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ മൂലം വന്നിരിക്കുന്നതും ആവാം. ഫയർ ആം എന്താണ്? ഫയർ ആം ഗണ്ണാണ് അല്ലെ, ഫയർ പവർ ടു ഫയർ ചെയ്യാൻ പറ്റുന്ന ഗണ്ണാണ്. ഗണ്ണർ പോലെയുള്ള ഇവയുമായി ബന്ധപ്പെട്ടാണോ ഇവർക്ക് ഒരു ഇഞ്ചുറി വന്നിരിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ ആ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇഞ്ചുറിയെ കുറിച്ച് കൃത്യമായ പരിശോധന നടത്തി അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടാണോ ആ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നതെന്ന് ആ ഒരു ഡോക്ടറിന് സാധ്യതയാണ്, ഉറപ്പല്ല, എന്നാലും ഒരു പോസിബിളി ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള സാധ്യതയുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് വെപ്പൺ ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതും കൂടി ഈ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് ചെയ്യണം? ഓൾറെഡി മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കണം. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മൂന്നെണ്ണം. ഓക്കെ, ക്ലിയർ ആണോ? 7th വരെയും എയ്ത്ത് വണ്ണിൽ പറയുന്നത് nature of injury may be mentioned simple, grievous or dangerous or serious. അതായത് ഏത് തരത്തിലുള്ള ഇഞ്ചുറിയാണ്, പരിക്കിന്റെ സ്വഭാവം അല്ലെ, മേ ബി മെൻഷൻഡ് എങ്ങനെയായിരിക്കണം? അത് സിമ്പിൾ ആണോ അല്ലെ, വളരെ ലളിതമായിട്ടുള്ള ഒരു പരിക്കാണോ, അതോ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെ, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു പരിക്കാണോ, എങ്ങനെയുള്ള പരിക്കാണെന്ന് കൂടി മെൻഷൻ ചെയ്യുക. ആ ഒരു ഇഞ്ചുറിയുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. എന്തില്? ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അടുത്തത്, in case of suspected poisoning, it must be mentioned as poisonous nature not known instead of unknown poisoning. എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു സസ്പെക്റ്റഡ്, ഇപ്പൊ നമുക്കൊരു പോയിസണിങ് വഴിയാണ് എന്നുള്ളൊരു സംശയം തോന്നാണ്. ഇപ്പൊ ഒരു വയ്യായ്ക വന്നു, ഒരു പേഷ്യന്റിന് വയ്യായ്ക വന്നിട്ട് അല്ലെങ്കിൽ വയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അത് നമുക്ക് സംശയം തോന്നാണ്, അവർക്ക് പോയിസണോ കാര്യങ്ങളോ അവർ ചെന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നാം അല്ലെ. അങ്ങനെ ഒരു സംശയം തോന്നിയാൽ അവരുടെ ആ ഒരു ഇഞ്ചുറി ഷീറ്റില് മെൻഷൻ ചെയ്യേണ്ടത്, പരാമർശിക്കേണ്ടത് എന്തായിട്ടാണ്? പോയിസണിങ് നേച്ചർ നോട്ട് നോൺ. അതായത് ആ ഒരു പോയിസണിങ് നേച്ചർ ഉണ്ട് അല്ലെ, പോയിസണിങ് അല്ലെങ്കിൽ ആ ഒരു പോയിസണിങ് അല്ലെങ്കിൽ വിഷബാധ വന്നതിന്റെ ആ ഒരു സ്വഭാവമുണ്ട്. ബട്ട് നോട്ട് നോൺ എന്താ? പക്ഷെ നമുക്ക് അറിവില്ല അല്ലെ, അജ്ഞാതമായിട്ടുള്ളൊരു വിഷബാധ സ്വഭാവമുണ്ട് എന്നാണ് എഴുതേണ്ടത്. അല്ലാതെ ഇൻസ്റ്റെഡ് ഓഫ് അൺനോൺ പോയിസണിങ്, അജ്ഞാത വിഷബാധ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? വിഷബാധ നമുക്ക് അറിയാത്ത ഒരു കാരണം കൊണ്ടുള്ള ഒരു വിഷബാധ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പോയിസണിങ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സംശയമുള്ളൂ അല്ലെ, നമുക്ക് സംശയമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം അവർക്ക് കാണിക്കുന്നുണ്ട് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ പോയിസണിങ് കൊണ്ടാവാം, അല്ലെങ്കിൽ അല്ലാത്തൊരു കാരണം കൊണ്ടും ആവാം. അപ്പൊ
അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചറിയിക്കാൻ പറ്റില്ല അൺനോൺ പോയിസണിങ് ആണ്, അല്ലെങ്കിൽ പോയിസണിങ് നടന്നത്, എന്തെങ്കിലും വിഷബാധ ഉണ്ടായിട്ടുണ്ട്, അതിന് കാരണം എന്താണ്, അൺനോൺ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് അവിടെ എപ്പോഴും എഴുതേണ്ടത് പോയിസണിങ് നേച്ചർ നോട്ട് നോൺ. എന്താ, അവിടെ ആ ഒരു വിഷബാധ സ്വഭാവമുണ്ട്, അജ്ഞാതമായിട്ടുള്ള അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ഒരു വിഷബാധ സ്വഭാവമുണ്ട്, ആ ഒരു നേച്ചർ അവർ കാണിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അത് പരാമർശിക്കേണ്ടത്. അടുത്തതായിട്ട്, in very critical cases where management is the first priority, the general finding may be noted and the patient may immediately be admitted for immediate treatment, and above facts must be mentioned on the injury sheet also that the case has been admitted for further detailed exam and management. അതായത് ഒരു കേസ് കൊണ്ടുവരുമ്പോ ആ ഒരു കേസിന്റെ ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യാനല്ല നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലെ. ആദ്യം അവർ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്രയോറിറ്റി, ആദ്യത്തെ മുൻഗണന കൊടുക്കേണ്ടത് എന്താ, അവരുടെ ജനറൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് കണ്ടെത്തി അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്തി അവരുടെ ബി പി, ഹാർട്ട് ബീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യോ അതുപോലെയുള്ള ജനറൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് നടത്തിയതിനു ശേഷം ആ പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ അടിയന്തരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് അല്ലെ. അവരുടെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് റിക്കവർ ആയി വരുന്നത് വരെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിനുശേഷം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ആ ഒരു ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ അവർ പരിശോധിച്ചു, ഇങ്ങനെയുള്ള മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുതകളും must be mentioned on the injury sheet. ഇഞ്ചുറി ഷീറ്റിൽ അതിന് ശേഷമാണ് നമ്മൾ അത് പരാമർശിക്കുക അല്ലെങ്കിൽ എഴുതി ചേർക്കുന്നത്. മനസ്സിലായോ? ഒരു കേസ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇഞ്ചുറി എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയുണ്ട് എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ അത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഫൈൻഡിങ്സിൽ നിന്നും അല്ലെങ്കിൽ പരിശോധനകളിൽ നിന്നും അവർക്ക് അതിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും അടിയന്തരമായിട്ട് അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിനുശേഷം അവർ നോർമൽ ഒരു കണ്ടീഷനിലേക്ക് അവരുടെ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തുമ്പോൾ അതിനായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസും മാനേജ്മെന്റും ഒക്കെ പരിശോധനകളും കാര്യങ്ങളൊക്കെ അവരെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് ചെയ്യാവുന്നതാണ്, രേഖപ്പെടുത്താവുന്നതുമാണ്. ക്ലിയർ ആണോ? 10 വരെയും 10 നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ആ 3 വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ 11th നോക്കിയേ. A fresh injury sheet may not be prepared if it had already been registered as medico-legal by some other hospital or doctor. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഓൾറെഡി ആ ഒരു കേസ് മെഡിക്കോ-ലീഗൽ ആണെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഷീറ്റ് നോട്ട് ബി പ്രിപ്പയർഡ്, പ്രിപ്പയർ ചെയ്യുന്ന കാര്യമില്ല. കാരണം ഓൾറെഡി അവരുടെ എന്തുണ്ട്, ആ ഒരു മെഡിക്കോ-ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു റെക്കോർഡും നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഫ്രഷ് ആയിട്ടുള്ളത് ചെയ്യണ്ട, മറിച്ച് എന്താ ചെയ്യണ്ടേ, ഓൺലി പ്രീവിയസ് മെഡിക്കോ-ലീഗൽ രജിസ്ട്രേഷൻ നമ്പർ, ആ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മെഡിക്കോ-ലീഗൽ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് ഈ ഒരു ഡോക്യുമെന്റിൽ ലേബൽ ചെയ്യണം. അതുപോലെ അത് മെഡിക്കോ-ലീഗൽ എന്ന രീതിയിൽ ലേബൽ ചെയ്ത് സൂക്ഷിക്കുകയും വേണം. അപ്പൊ ഒരു സാധാരണ ഒരു കേസിനെ പോലെ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റില്ല. മെഡിക്കോ-ലീഗൽ എന്ന പേരിൽ അല്ലെങ്കിൽ ലേബൽ ചെയ്താണ് സൂക്ഷിക്കേണ്ടത്. അവിടെ ആ ഒരു മുൻപുള്ള അവരുടെ MLC നമ്പർ ഏതാണോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വേണം സൂക്ഷിക്കാൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അടുത്തത്, if a decision is taken to be make a medico-legal case after admission, the treating unit doctor not below the rank of SR or MO should prepare the injury sheet. ഈ ഒരു ഡിസിഷൻ, അതായത് ഒരു മെഡിക്കോ-ലീഗൽ കേസ് ആണ്, ഒരു ഹോസ്പിറ്റലിൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് അവരുടെ ഫൈൻഡിങ്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞപ്പോ ഇതൊരു മെഡിക്കോ-ലീഗൽ കേസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു മെഡിക്കോ-ലീഗൽ കേസ് ആണെന്ന്
തീരുമാനിക്കേണ്ടത് ട്രീറ്റിംഗ് യൂണിറ്റ് ഡോക്ടർ. അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു യൂണിറ്റിലുള്ള ഡോക്ടർ എങ്ങനെയുള്ള ഡോക്ടർ ആയിരിക്കണം? നോട്ട് ബിലോ, ഏത് റാങ്കിൽ താഴെയുള്ള ഡോക്ടർ ആവരുത്. SR എന്ന് പറഞ്ഞാൽ എന്താ? റാങ്ക് ഓഫ് SR. എന്താണ് SR? സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണ്. അതായത് സ്പെഷ്യാലിറ്റി രജിസ്ട്രാർ ആയിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സ്, ഹൈ സ്പെഷ്യലിറ്റി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ MO, മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ ആ ഒരു പൊസിഷനിലോ താഴെ വരാത്ത, ആ ഒരു റാങ്കിൽ താഴെ വരാത്ത അവരെ ആ ഒരു യൂണിറ്റിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഡോക്ടറുടെ തീരുമാന പ്രകാരമായിരിക്കണം ഈ ഒരു കേസ് മെഡിക്കോ ലീഗൽ ആണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട്. ആൻഡ് ഷുഡ് പ്രിപ്പയർ ദ ഇൻജുറി ഷീറ്റ്. അതിനുശേഷം നമ്മൾ അവരുടെ ഇൻജുറി ഷീറ്റുകൾ തയ്യാറാക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? 12 എണ്ണം വരെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.